നമസ്കാരം. ഞാൻ ലിറ്ററലി ഭീകരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് റൊമാൻസ്. മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഇദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അത് വന്നിട്ട് പിന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒരു സീനിന്റെ അകത്ത് പെർഫോം ചെയ്യുക. അതേ പറഞ്ഞ പ്രിയദർശൻ പടങ്ങളിലെ പോലെ. പണ്ട് ലാലേട്ടനും മുകേഷൊക്കെ ചെയ്തു വെച്ച പരിപാടിയില്ലേ, അതായത് സീനകത്ത് പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് കൊണ്ട് പടത്തിന് ഹൈ ആക്കുക. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി അത് തിയേറ്ററിൽ വന്നപ്പോഴും ആ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിന് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ചേർന്ന് ആ ക്യാരക്ടറിന് എടുത്ത് ഒരു മീറ്റർ ചിലപ്പോ തെറ്റിപ്പോയതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതല്ല ഉദ്ദേശം. അവന്റെ ഒരു കലാപരിപാടി കൊല്ലണ്ടവനെ. ഇപ്പൊ ആൾക്കാര് ഓറാന്ന് പറയുന്നത് ഓവറായിട്ട് തന്നെയാണ്. നിനക്കിത് വേണം. എന്തൊക്കെയാ നീ പറഞ്ഞത്? തിയേറ്ററിൽ വന്ന ആളുകളെ ചിരിപ്പിക്കുക, പിടിച്ചിരുത്തുക, സീൻ ബൈ സീൻ, സീൻ ആഫ്റ്റർ സീൻ, അതുപോലത്തെ ഇളക്കി മറിക്കുന്ന പരിപാടി. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. അത് നല്ല അടികൊള്ളാത്തതിന്റെ അത് ആൾക്കാർക്ക് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് വർക്കായിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലാക്കുക എന്നുള്ളത്. അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിന്റെ പ്രശ്നമല്ല. ബാബു അല്ലേ പറഞ്ഞത് പടം ഹിറ്റാണെന്ന്? ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലയ്ക്കാ കിട്ടേണ്ടത്. നിനക്ക് എത്ര തന്തയുണ്ട്? അത് നമ്മള് ചെയ്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് കുറച്ചും കൂടെ ചിലപ്പോ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. ലൈഫില് 2 മണിക്കൂർ 18 മിനിറ്റ് എല്ലാം മറന്ന് ഇരുന്നങ്ങ് കണ്ട് അങ്ങോട്ട് ആസ്വദിച്ച് അതുപോലത്തെ ഒരു വൈബ് പടം. സിനിമ ആരംഭിച്ചിട്ട് പിന്നെ ഒരു പോക്ക അന്യ എക്സ്പീരിയൻസ്. പ്രേക്ഷകരെ, ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം.